لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഈ മാസത്തിന് നമ്മുടെ നാട്ടിൽ കൽപ്പിച്ചു വരുന്ന പ്രാധാന്യവും അതിനോടനുബന്ധമായി നടത്തപ്പെടാറുള്ള ആഘോഷങ്ങളെയും കുറിച്ച് നല്ല ബോധ്യമുള്ള ആളുകളാണ് നാം ഓരോരുത്തരും തന്നെയും. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഇസ്ലാമിന് ചരിത്രപരമായ പ്രാധാന്യം മാത്രമാണ് ഉള്ളത്. അഥവാ ഇസ്ലാമിൽ ഈ മാസത്തിൽ ചരിത്രപരമായ ചില പ്രസക്ത സംഭവങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ആരാധനാപരമായതോ അനുഷ്ഠാനപരമായതോ ആഘോഷപരമായതോ ആയ ഒരു പ്രാധാന്യവും
ഒരു പ്രസക്തിയും ഈ മാസത്തിന് ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വായനയിൽ നമുക്ക് മനസ്സിലാകും. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ 2 പ്രധാന സംഭവങ്ങളാണ് റബീഉൽ അവ്വൽ മാസത്തിൽ നടന്നിട്ടുള്ളത്. ഖണ്ഡിതമായ ചരിത്രരേഖകളിൽ നിസ്സംശയം മനസ്സിലാക്കാൻ കഴിയുന്ന ചരിത്ര സംഭവങ്ങൾ 2 എണ്ണമാണ്. അതിലൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനമാണ് ഒന്നാമത്തേത്. സഫർ മാസം 27-ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് തൻ്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം രാത്രിയിൽ യാത്ര ചെയ്ത് സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു. 3 ദിവസം അവിടെ തങ്ങിയതിന് ശേഷമാണ് അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് ബിൻ ലൈസ് അൽ ലൈസി എന്ന് പറയുന്ന വിശ്വാസി പോലുമല്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് പുറപ്പെടുന്നത്. ഖുറൈശികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത, അല്ലെങ്കിൽ അവർ സ്ഥിരമായി മദീനയിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിക്കാത്ത ഒരു വഴിയിലൂടെയാണ് അവരുടെ യാത്ര. ഹിജ്റ റബീഉൽ അവ്വൽ 8 ആകുമ്പോഴേക്ക് പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കുബയിലെത്തുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ പള്ളി പണി കഴിപ്പിക്കുകയും 4 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും കുബയിൽ താമസിക്കുകയും തുടർന്ന് റബീഉൽ അവ്വൽ 12-ന് വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് യാത്ര ചെയ്യുകയും 12-ന് തന്നെ പ്രവാചകൻ മദീനയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതാണ് ചരിത്രത്തിൽ നാം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സംഭവം. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. സഫർ മാസം 29 ആകുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പനി ശക്തമാവുകയും തലവേദന വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലയിൽ ധരിച്ചിരിക്കുന്ന കട്ടുകൂടിയ തൻ്റെ തലപ്പാവിനെയും കടന്ന് പ്രവാചകൻ്റെ ചൂട് പ്രസരിച്ചു എന്ന് ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. തുടർന്നങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗത്തിൻ്റെ പല ക്രീഡകൾ അനുഭവിച്ചു കൊണ്ടാണ് കഴിയുന്നത്. റബീഉൽ അവ്വൽ 4 ആകുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പത്നിമാരോട് ചോദിക്കുന്നുണ്ട്, ഐന അന ഗദൻ, നാളെ ഞാൻ ആരുടെ വീട്ടിലാണ്? പ്രവാചകൻ്റെ പതിവായിരുന്നു തൻ്റെ ഭാര്യമാരുടെ വീടുകളിൽ അവരുടെ അവസരത്തിനൊത്ത് മാറി താമസിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ന് എവിടെയാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്, നാളെ എവിടേക്കാണ് താൻ പോകേണ്ടത് എന്ന ആ ഒരു ബോധം നഷ്ടപ്പെടും വിധത്തിൽ പ്രവാചകൻ്റെ രോഗം വല്ലാതെ ബാധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് പ്രവാചകന് താമസിക്കാൻ താൽപ്പര്യം എന്ന് മനസ്സിലാക്കിയ മറ്റു ഭാര്യമാർ അതിന് അനുവാദം നൽകുകയും സ്വഹാബിമാരുടെ തോളിൽ കരം വെച്ച് പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പള്ളിയിലേക്ക് പ്രവാചകൻ പല ദിവസങ്ങളിൽ പുറപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴും
ശക്തമായ പനി കാരണം പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് ബോധരഹിതനായി വീഴുകയും പലതവണ തലയിൽ വെള്ളമൊഴിച്ചതിന് ശേഷം ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലെത്തുകയും മിമ്പറിൽ കയറി അനുചരന്മാർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതായി നമുക്ക് ആ ദിവസങ്ങളിൽ കാണാം. റബീഉൽ അവ്വൽ 12 ആകുമ്പോഴേക്ക് പ്രവാചകൻ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. സുബഹി നമസ്കാരത്തിന് പ്രവാചകൻ എഴുന്നേറ്റ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരുന്ന് വിരിമാറ്റി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്നത് അങ്ങനെ സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ 12 നമ്മുടെ പള്ളികളിൽ നിന്നും സുബഹി നമസ്കാരത്തിന് ശേഷം നോക്കിയാൽ കാണാൻ കഴിയുന്നത് വിളമ്പാൻ തയ്യാറായി നിൽക്കുന്ന ചെമ്പുകളായിരിക്കും. നോട്ടവും അങ്ങോട്ടായിരിക്കും. പ്രവാചകൻ നോക്കുന്നത് അനുചരന്മാർ നമസ്കരിക്കുന്ന ആ ജമാഅത്തിലേക്കാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹ മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പലതവണ ബോധം നഷ്ടപ്പെട്ട് ബോധം തിരിച്ചു വരുമ്പോഴും ആവർത്തിച്ച് പ്രവാചകൻ തൻ്റെ അനുചരന്മാരോടായി ചോദിക്കുന്ന ചോദ്യം അസ്വലാത്ത് എന്നാണ്. നമസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന ഉത്ബോധനമാണ് അവസാന നിമിഷങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പിന്നീട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത് ഫിർ റഫീഖിൽ അഅല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന ചരിത്രമാണ് റബീഉൽ അവ്വലിൻ്റേതായി നമുക്ക് വസ്തുനിഷ്ഠമായ ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ലാത്ത ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ മാസത്തിൽ എങ്ങനെയാണ് കടന്നു വന്നത്? ഇതൊക്കെ മറന്നുകൊണ്ട് ആചരിക്കാനും ആഘോഷിക്കാനുമുള്ള ദിനമായി ഈ മാസവും അതിലെ റബീഉൽ അവ്വൽ 12 എങ്ങനെയാണ് മാറിപ്പോയത് എന്ന് നമ്മൾ ആലോചിക്കണം. അത് കൃത്യമായി മനസ്സിലാകണം എങ്കിൽ യഥാർത്ഥ മതം എന്താണ് എന്നും എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മതം എന്തല്ല എന്നും നമ്മൾ തിരിച്ചറിയണം. മതവും മതമല്ലാത്തതും വേദത്തിലുള്ളതും വേദത്തിലില്ലാത്തതും വേർതിരിച്ചറിയാൻ സാധാരണക്കാരന് പ്രയാസമാകും വിധത്തിലുള്ള സങ്കീർണതകൾ ഇന്ന് മതത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. സാധാരണക്കാരന് നോക്കിയാൽ മനസ്സിലാവില്ല ഇതിൽ മതം ഏതാണ്, മതമല്ലാത്തത് ഏതാണ്, വേദത്തിലുള്ളത് എന്താണ്, വേദത്തിലില്ലാത്തത് എന്താണ് എന്ന് മനസ്സിലാകാത്ത വിധം സങ്കീർണതകൾ മതത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം, മതം 2 ഇനമാണ് നമ്മുടെ നാട്ടിൽ എക്കാലത്തും. അതിൽ ഒന്ന് ആദർശമതമാണ്. കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് ആദർശമതമാണ്. മതം എന്ന മലയാള പദത്തിന് ചില പരിമിതികളുണ്ട്. കാരണം മതം എന്ന മലയാള പദത്തിന് നൽകാവുന്ന അർത്ഥം അഭിപ്രായം എന്നാണ്. അങ്ങനെ പരിശോധിച്ചാൽ ഇസ്ലാം എന്ന് പറയുന്നത് കേവല മതമല്ല, നേരെ മറിച്ച് ഇസ്ലാം അതിനുമപ്പുറം നന്മയിലൂന്നിയ മാതൃകായോഗ്യമായ ഒരു ജീവിതം സാധ്യമാകുന്ന ആദർശ സംഹിതയാണ്. കേവല മതം എന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയും എന്നാൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് മതം എന്ന വാക്കായതുകൊണ്ട് തുടർന്നങ്ങോട്ട് ആ പദം ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ചിന്തയിലും ബോധത്തിലും ഉണ്ടാകണം ഇസ്ലാം കേവല മതമല്ല എന്നുള്ളത്. രണ്ടാമത്തേത് പൗരോഹിത്യമതമാണ്. ആദർശമതമാണ്
ആദ്യമുണ്ടാവുക, അല്ലെങ്കിൽ പ്രവാചക മതമാണ് ആദ്യമുണ്ടാവുക. പൗരോഹിത്യ മതം എന്ന് പറയുന്നത് ആ ആദർശ മതത്തിനോട് ചേർന്ന് വളർന്ന് വരുന്ന ഇത്തിൽക്കണ്ണികൾ പോലെയാണ്. സാധാരണ ഇത്തിൽക്കണ്ണികൾ വല്ലാതെ വളർന്നു കഴിഞ്ഞാൽ മരം തന്നെ അത് ഇല്ലാതെയാക്കും. അതുപോലെയാണ് പൗരോഹിത്യ മതം വല്ലാതെ വളർന്നു കഴിഞ്ഞാൽ ആദർശ മതത്തെ അത് വിഴുങ്ങിക്കളയും. പ്രഥമ ദൃഷ്ടിയാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൗരോഹിത്യ മതത്തെ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഈ മരത്തിൽ വളരുന്ന ഇത്തിൽക്കണ്ണികൾ കണ്ടാൽ നമ്മൾ വിചാരിക്കുക ഇത് നല്ല പുഷ്പം നൽകുന്ന ആന്തൂറിയമോ, അതുമല്ല എങ്കിൽ ഔഷധ ഗുണമുള്ള മറ്റ് ചെടികളോ ഒക്കെയാണ് എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ആ വളരുന്ന ഇത്തിൽക്കണ്ണികൾ അതിലെ അടിസ്ഥാന മരത്തിൻ്റെ വെള്ളവും വളവും വലിച്ചെടുത്ത് ആ മരത്തിനെ നശിപ്പിച്ചു കളയുകയും അതിനെ നാമാവശേഷമാക്കുകയും ഒന്നുമില്ലാതാക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് പൗരോഹിത്യ മതം ആദർശ മതത്തെ ഇത്തിൽക്കണ്ണി പോലെ ചുറ്റിപ്പിടിച്ച് വളർന്ന് അത് ആ മതത്തിനെ ഇല്ലായ്മ ചെയ്യും. എന്നാൽ എന്താണ് ആദർശമതം? അതൊന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. ആദർശമതം എന്ന് പറയുന്നത് കൃത്യമായ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടതായിരിക്കും. ഒരു പ്രവാചകൻ ആ ആദർശത്തിൽ ഊന്നിയ കൃത്യമായ ഒരു ജീവിതം നമുക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ച് മാതൃകയായി നമ്മുടെ മുന്നിലുണ്ടാകും. മാത്രമല്ല, ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ആ ആദർശ മതം അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമാവുകയും ചെയ്യും. ആ മതത്തിൻ്റെ പ്രത്യേകതയായി അത് ആദർശം പഠിപ്പിക്കും, കൃത്യമായ വിശ്വാസങ്ങൾ പഠിപ്പിക്കും, ആരാധനാ കാര്യങ്ങൾ പഠിപ്പിക്കും, ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഹലാലുകളും ഹറാമുകളും എന്തൊക്കെയാണ് എന്ന് പഠിക്കും. ഇങ്ങനെ വ്യക്തവും സ്പഷ്ടവുമായിരിക്കും ആദർശമതം എന്ന് പറയുന്നത്. മാത്രമല്ല, അത് സമ്പൂർണവുമായിരിക്കും. അതിലേക്ക് പുതിയത് ഒന്നിനെ കൂട്ടിച്ചേർക്കേണ്ടുന്ന ആവശ്യം ഉണ്ടാവുകയില്ല. അത്രമേൽ സമ്പൂർണമായിരിക്കും ആദർശമതം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ആ പ്രഖ്യാപനത്തിൽ സൂറത്തുൽ മാഇദയിലെ 107-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, വേദഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ ആ അനുഗ്രഹത്തെ നാം സമ്പൂർണമാക്കുകയും ചെയ്തിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം എന്ന ആദർശ മതത്തെ നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ട് തരികയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം കാണാം ഹജ്ജത്തുൽ വിദാഇലെ, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്ന. തറക്തു ഫീകും അംറൈൻ, നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ച് ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. കിതാബ് അല്ലാഹി വ സുന്നത്ത് റസൂലിഹി, അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനും മറ്റേത് രണ്ടാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം കാണാം. ഇങ്ങനെ സമ്പൂർണമായ ഒരു മതത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും, പൂർത്തിയാക്കി തരും മതം. അതിലേക്ക് പുതിയ ഒന്നിന് ഒരു സാധ്യതയും ഇല്ലാതെ വിടവടച്ചതായിരിക്കും ആദർശ മതം എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ പൗരോഹിത്യ മതം എന്ന് പറയുന്നത് യഥാർത്ഥ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ അവർ അട്ടിമറിക്കും. അതിലുമപ്പുറം അവർക്ക് ആവശ്യമുള്ള വിധത്തിൽ നിയമങ്ങളെ അവർ ഉണ്ടാക്കുകയും വേണ്ട വിധത്തിൽ അവർക്ക് ആവശ്യമുള്ള വ്യാഖ്യാനങ്ങൾ വേദഗ്രന്ഥങ്ങൾക്ക് നൽകുകയും ചെയ്യും. വേണ്ടി വന്നാൽ, ആവശ്യമായി വന്നാൽ പുതിയ വേദങ്ങളെ വരെ അവർ നിർമ്മിച്ചെടുക്കും എന്നുള്ളതാണ്. അംഗസംഖ്യ പെരുക്കി കാണിച്ചിട്ട് ഭൂരിപക്ഷം കൊണ്ട് അതാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിൽ ഈ ഭൂരിപക്ഷമുള്ള മതമാണ് യഥാർത്ഥ മതം എന്ന രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ ലോകത്ത് പടർത്തിക്കൊണ്ടേയിരിക്കും.
ഇത് പുരോഹിത മതത്തിൻ്റെ പ്രത്യേകതയാണ്. നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ലോകത്തുള്ള പൗരോഹിത്യ മതങ്ങൾക്ക് അടിസ്ഥാന വേദങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ലോകത്ത് നിലനിൽക്കുന്ന ഏത് പൗരോഹിത്യ മതങ്ങളും നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും അടിസ്ഥാന വേദങ്ങൾ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 വേദങ്ങളെ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സുഹഫ് ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും ചില ഏടുകളും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വേദങ്ങളിൽ 4 വേദങ്ങളിൽ വിശുദ്ധ ഖുർആൻ അല്ലാത്ത ഒരു വേദവും ഇറക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽപ്പില്ല എന്ന് പഠനം നമ്മളെ ബോധ്യപ്പെടുത്തും. എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അടിസ്ഥാന വേദഗ്രന്ഥത്തിനെ ഇത്തിൽ കണ്ണി പോലെ വളർന്ന പൗരോഹിത്യ മതം വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണ്. അവർ ആ വേദത്തെ തന്നെ മാറ്റിമറിക്കുകയോ അല്ലെങ്കിൽ അവർക്കാവശ്യമായ വിധത്തിലുള്ള പരിപ്രേക്ഷ്യങ്ങൾ, വ്യാഖ്യാനങ്ങൾ ആ വേദത്തിലെ നൽകുകയും ചെയ്തുകൊണ്ട് ആളുകളെ ആ മതത്തിൻ്റെ വക്താക്കളാക്കി മാറ്റി എന്ന് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇസ്ലാമിൻ്റെ പൗരോഹിത്യ മതം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിലെ വേദഗ്രന്ഥങ്ങളെ ക്യാൻസൽ ചെയ്യാൻ, അതിനെ റദ്ദ് ചെയ്യാൻ ഒരു പൗരോഹിത്യത്തിനും കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്യാരണ്ടിയാണ്, അത് വാഗ്ദാനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആണ് ഈ വേദഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. അത് അന്ത്യദിനം വരെയും ഒരു ഹർഫിന് വ്യത്യാസമില്ലാതെ വിശുദ്ധ ഖുർആൻ നമുക്കിടയിൽ ഉണ്ടാകും. എന്നാൽ മുൻ വേദഗ്രന്ഥങ്ങളോ ആ രൂപത്തിൽ ഇന്ന് നിലനിൽപ്പില്ല എന്ന് നമ്മൾ കൃത്യമായി അറിയണം. എന്നാൽ പിന്നെ എന്താണ് ഇസ്ലാമിലെ പൗരോഹിത്യ മതം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യുഹർരിഫൂനൽ കലിമ അൻ മവാദിഹ്. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഹ്. അവര് വാക്കുകളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി പ്രയോഗിക്കും. ചില വാക്കുകളെ മാറ്റും, ചില വാക്കുകളെ അതിന് ആവശ്യമില്ലാത്ത അർത്ഥം നൽകി വ്യാഖ്യാനിക്കും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവർക്കാവശ്യമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക മാത്രമാണ് ഇസ്ലാമിൽ സാധ്യമാവുക. അതുകൊണ്ടാണ് അത് സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ റുഹ്ബാനിയത ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. മറ്റേത് മതവും നിങ്ങൾ പരിശോധിക്കുക, അവിടെയെല്ലാം പുരോഹിതന്മാരുണ്ടാകും. പക്ഷേ ഇസ്ലാമിൽ പുരോഹിതന്മാരില്ല, നേരെ മറിച്ച് പണ്ഡിതന്മാർ മാത്രമാണുള്ളത്, ഉലമാക്കളാണുള്ളത്. പണ്ഡിതന്മാരെ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ പൗരോഹിത്യം അവകാശപ്പെട്ടുകൊണ്ട്, അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും, എന്താണ് ഈ പുരോഹിതനും പണ്ഡിതനും തമ്മിലുള്ള വ്യത്യാസം എന്ന്. പണ്ഡിതന്മാർ ഒരാളുടെയും ആദരവ് ചോദിച്ചു വാങ്ങില്ല. അവരുടെ പാണ്ഡിത്യം കൊണ്ട് അവർ വിനയാന്വിതരായി നമുക്കിടയിൽ ജീവിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരാളുടെയും ആദരവ് അവർ ചോദിച്ചു വാങ്ങില്ല. അവർ വിജ്ഞാനം കൊണ്ട് വിനയാന്വിതരായിരിക്കും. നമ്മുടെ ചിലവ് അവർക്ക് ആവശ്യം വരില്ല, നമ്മുടെ ധനത്തിൽ കഴിയേണ്ടുന്ന അവസ്ഥ അവർക്കുണ്ടാവില്ല. പക്ഷേ പുരോഹിതന്മാർ നിങ്ങളുടെ ആദരവ് ചോദിച്ചു വാങ്ങും. ആ ആദരവ് അവർക്ക് നൽകിയിട്ടില്ല എങ്കിൽ അവർ നിങ്ങളോട് കലഹിക്കും. എല്ലായിടത്തും അവർ പ്രഥമ സ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്യും. ആവശ്യപ്പെടുക മാത്രമല്ല, ആ പ്രഥമ സ്ഥാനം അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അവർ നമ്മളോട് നീരസം കാണിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വേദഗ്രന്ഥങ്ങളിൽ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പൗരോഹിത്യ മതം വളർന്നു വരും. ഈ പൗരോഹിത്യ മതം വളർന്നു വരുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആദർശമതം വേരറ്റു പോവുകയും ആളുകൾ ഈ പൗരോഹിത്യ മതത്തെ ഇസ്ലാമായി തെറ്റിദ്ധരിക്കുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യും. ആ രൂപത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം നമുക്കിടയിൽ സംജാതമായിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് പഠിക്കേണ്ടുന്നതാണ്. പലപ്പോഴും വേദഗ്രന്ഥങ്ങളെ നേരിട്ട് സമീപിക്കാൻ നമുക്ക് പേടിയാണ്, ഭയമോ മടിയോ ആണ്, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്തതാണ്. പുരോഹിതന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ
പറഞ്ഞു തരുന്ന അർത്ഥങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും അപ്പുറം അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ആളുകൾക്ക് ഭയമായി മാറിയിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആദർശ മതത്തിന് മുകളിൽ പൗരോഹിത്യ മതത്തിന് മേൽക്കോയ്മ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന പൗരോഹിത്യ മതത്തെയല്ല, അതിനുമപ്പുറം കൃത്യമായ ആദർശ മതത്തെ മനസ്സിലാക്കി അതിൻ്റെ വക്താക്കളാകാൻ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ആദർശമതവും പൗരോഹിത്യ മതവും എന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഉണ്ടായേക്കാവുന്ന വലിയ വിപത്തിനെ, അപകടത്തെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള കാരണം, റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ ഈ സമുദായത്തിൻ്റെ പ്രഥമ അജണ്ട എന്ന് പറയുന്നത് നബിദിനമാണ് എന്നതുകൊണ്ടാണ്. നമ്മൾ അറിയേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയില്ല. അങ്ങനെ തോന്നുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പ്രവാചകനോടൊപ്പം ജീവിച്ച സ്വഹാബത്തിന് അത്ര തന്നെ അത് വിശേഷപ്പെട്ട ദിവസമാണ് എന്ന് തോന്നുകയോ ആ ദിവസത്തിൽ ഒരു ആഘോഷം, ഒരു അനുഷ്ഠാനം, ഒരു ആചാരം സംഘടിപ്പിക്കാനും തോന്നിയില്ല. താബിഈകൾക്കും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോ താബിഈകളുടേതായി വന്ന അസറുകളോ പരിശോധിച്ചാൽ അവിടെയൊന്നും ഈ ആഘോഷത്തെ നമുക്ക് കാണാൻ കഴിയില്ല. കുറച്ചുകൂടി വ്യക്തമായി വിശാലമായി പറഞ്ഞാൽ മദ്ഹബുകളുടെ ഇമാമുമാർ പോലും നബിദിന ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായ വസ്തുത. ഈ ആളുകളെക്കുറിച്ച്, ഈ പറയപ്പെട്ട പ്രവാചകൻ്റെ അനുചരന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 90-ാമത്തെ വചനം, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു ഇഖ്തദഹ്. ഇവരാണ് അള്ളാഹു ഹിദായത്ത് നൽകിയവർ. ഈ പറയപ്പെട്ട സ്വഹാബിമാരും താബിഈകളും പ്രവാചകനോടൊപ്പം ജീവിച്ച ആളുകളുമൊക്കെയാണ്. അവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഉലൈകല്ലദീന ഹദല്ലാഹ്, അവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകിയത്. അവരുടെ ഹിദായത്താണ് നിങ്ങൾ പിന്തുടരുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രവാചകരെ അവരോട് പറഞ്ഞേക്ക്, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, അതിന് ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കുകയില്ല, ചോദിക്കുകയില്ല എന്ന്. ഈ രൂപത്തിൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഈ മാർഗമാണ് നമ്മൾ പിന്തുടരേണ്ടുന്നത്. എന്നാൽ പിന്നെ ആർക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു ആഘോഷമാക്കണം എന്ന് തോന്നിയത്? അത് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം 300 വർഷങ്ങൾക്ക് ശേഷം, ഹിജറ 300-കൾക്ക് ശേഷം ഈജിപ്റ്റ് ഭരിച്ചിരുന്ന മുളഫർ എന്ന് പറയുന്ന രാജാവിനാണ് പ്രവാചകൻ്റെ ജന്മദിനം ഒരു ആഘോഷമാക്കണം എന്ന തോന്നലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രേഖകൾ ആദർശമതത്തിൻ്റെ അടിസ്ഥാന വേദങ്ങളിൽ അന്വേഷിച്ചാൽ കാണില്ല. നേരെ മറിച്ച് പൗരോഹിത്യ മതത്തിൻ്റെ വേദങ്ങളിലേ കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവർ
എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളിലെ അതിന് തെളിവ് കണ്ടെടുക്കാൻ കഴിയുള്ളൂ. അവർ തന്നെ അതിന് രേഖകൾ ഉണ്ടാക്കുകയും അത് ഇസ്ലാമിൻ്റെതാണ് എന്ന് സാധാരണക്കാരെ പറഞ്ഞു പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതറിയാത്ത സാധാരണക്കാരാണ് ഇതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആയി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഉമ്മിയീൻ എന്നാണ്. ഉമ്മിയീൻ എന്ന് പറയുന്ന അറബി പദത്തിന് അർത്ഥം നിരക്ഷരർ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ പ്രയോഗമുണ്ട്. പ്രവാചകൻ അക്ഷരാർത്ഥത്തിൽ നിരക്ഷരനായിരുന്നു. എന്നാൽ ഇവിടെ സൂചിപ്പിക്കുന്ന ഈ നിരക്ഷരർ എന്ന് പറയുന്നത് സമ്പൂർണമായും എഴുത്തും വായനയും അറിയാത്ത ആളുകളൊന്നുമല്ല. നേരെ മറിച്ച് നല്ല ബിരുദമുള്ള ആളുകൾ, ഭൗതികമായി നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം നേടിയ, പല ഭാഷകളിൽ അവഗാഹം നേടിയിട്ടുള്ള ആളുകൾ. പക്ഷെ അവർ പുരോഹിത മതം എന്തു പറയുന്നോ അതുമാത്രമാണ് വിശ്വാസത്തിലെടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 78-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ്. ആരാ യഥാർത്ഥത്തിൽ നിരക്ഷരൻ എന്നറിയോ? വമിൻഹും, അവരിലുണ്ട് ചിലർ, ഉമ്മിയൂന, അവർ നിരക്ഷരരാണ്. ലാ യഅലമൂന അൽ കിതാബ്, അവർക്ക് വേദം നന്നായി അറിയില്ല. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. അതിൽ പറയുന്ന ആദർശത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ. ഇല്ല അമാനിയ, അവർക്കറിയുന്നത് ചില കെട്ടുകഥകൾ മാത്രമാണ്. അവർക്ക് യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ പ്രവാചകചര്യയും അറിയില്ല. ഇല്ല അമാനിയ, ചില കെട്ടുകഥകൾ മാത്രം അറിയാം. വ ഇൻഹും ഇല്ല യളുന്നൂൻ, അവർ ചില ലൊന്നുകളെ മാത്രമാണ് പിന്തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. നോക്കൂ നിങ്ങൾ, നമുക്കും അറിയാവുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരന് അറിയാവുന്നത് ചില കെട്ടുകഥകൾ മാത്രമാണ്. നബിദിനത്തെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകൾ, ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയേറെ കെട്ടുകഥകൾ, അതുമല്ല എങ്കിൽ പല സ്ഥലങ്ങളിൽ പല മക്ബറകളിലായി അടങ്ങിയിട്ടുള്ള ആളുകളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകൾ, ഇല്ലാത്ത അത്ഭുത സിദ്ധികൾ അങ്ങനെ പ്രഘോഷണം ചെയ്ത് ആ രൂപത്തിലുള്ള കെട്ടുകഥകളാണ് ആളുകൾക്ക് ധാരണയുള്ളത്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഇടങ്ങളിലെല്ലാം ധാരാളം അനുയായികളുണ്ട്, അതിന് ധാരാളം വക്താക്കളുണ്ട്, അതിന് ധാരാളം പ്രചാരകരുമുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം 1/2 സെൻറ്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാനും സന്തോഷത്തോടു കൂടി തക്ബീർ വിളിക്കാനും ആളുണ്ട്. ഇവരെല്ലാം സുവോളജിയിലും ബോട്ടണിയിലും ഫിസിക്സിലും, അങ്ങനെ ഈ ലോകത്ത് ഏതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുണ്ടോ അവിടങ്ങളിലെല്ലാം മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കിയ, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് വരെ കരസ്ഥമാക്കിയ ആളുകൾക്ക് ഒരു പുരോഹിതൻ പറയാണ് പ്രവാചകൻ്റെ തിരുകേശം 1/2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര വർഷം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എത്ര വർഷമായെന്ന് നമ്മൾ നോക്കിയാൽ മതി. അത് കഴിയുമ്പോഴേക്ക് ഇത്ര വളർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും അതൊരു അത്ഭുതമായി കാണാനും ആളുകൾ ഉണ്ട് എന്നുള്ളത് പൗരോഹിത്യ മതത്തിൻ്റെ നമ്മുടെ മേൽ ഉണ്ടാക്കിയ മേൽക്കൈയുടെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാതെ പോയാൽ എന്താ സംഭവിക്കാമെന്നറിയോ? പുരോഹിതന്മാർ പറയുന്നതാണ് മതം എന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിക്കും. ആദർശമതം എന്ന് പറയുന്ന ആ വൻമരത്തെ പൗരോഹിത്യ മതം എന്ന ഇത്തിൽ കണ്ണി വിഴുങ്ങിക്കളയും, അതിനെ മുച്ചൂടും നശിപ്പിക്കും. അതുകൊണ്ട് കൃത്യമായി ആദർശമതത്തെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ വക്താക്കളാവുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബി ഐദീഹിം, ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 തവണ ആവർത്തിച്ച് നാശം എന്ന്, ഇന്ന ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞ ഒരായത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതൊന്നേ കാണാൻ കഴിയുള്ളൂ.
ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ട് വേദഗ്രന്ഥം എഴുതിയുണ്ടാക്കിയ ആളുകൾക്ക് നാശം. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, എന്നിട്ട് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്ന് ആളുകളെ പറഞ്ഞ് പറ്റിച്ച ആളുകൾക്ക് അവർക്കും നാശം. എന്തിനു വേണ്ടി എന്നറിയോ? ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല, അവർക്ക് അല്പം ധനം ലഭിക്കുന്നതിന് വേണ്ടി ഈ മതത്തിൻ്റെ വേദഗ്രന്ഥങ്ങളെ എഴുതി വിറ്റ ആളുകൾക്ക് നാശം എന്നാണ്. ഫവൈലുൻ ലഹും മിമ്മാ കതബത് ഐദീഹിം, അവർ എഴുതിയ ആ എഴുത്തിനും ആ വേദഗ്രന്ഥത്തിനും ആ പണിക്കും അവർക്ക് നാശമാണ്. വവൈലുൻ ലഹും മിമ്മാ യക്സിബൂൻ, ആ പണിയിലൂടെ അവർ കരഗതമാക്കിയ നേടിയെടുത്ത സമ്പത്തിൻ്റെ കാര്യവും നഷ്ടം തന്നെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ടും അവർക്ക് നാശം തന്നെയാണ് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയണം. ഇത്ര വ്യക്തമായി ഇത് കേവലം ഒരു ദിനത്തിൻ്റെ ആഘോഷത്തെയോ ആചാര അനുഷ്ഠാനങ്ങളെയോ കുറിച്ച് മാത്രം മനസ്സിലാക്കേണ്ടുന്നതല്ല. അതിനുമപ്പുറം മതത്തിൻ്റെ ഈ രണ്ട് ഇനങ്ങളെ, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ രണ്ട് ഇനങ്ങളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതിനെ പല രൂപത്തിൽ പല ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ മതത്തിൻ്റെതായി വിശദീകരിക്കപ്പെടുമ്പോഴുമൊക്കെ ഇതിലേക്ക് ചേർത്ത് വെച്ച് അളന്ന് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പൗരോഹിത്യ മതത്തിൻ്റെ വക്താക്കളായി പോകും. കാരണം ആൾക്കൂട്ടം ഉള്ളിടത്ത് ഞാനും എന്നതാണ് നമ്മുടെ ബോധ്യമെങ്കിൽ ഭൂരിപക്ഷ മതത്തിൻ്റെ